ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ വോയിസും ഫേസും ഒക്കെ കണ്ടാൽ അറിയാനിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ ഉണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ. ഇപ്പോൾ ടൈം 8:30. ഒരു 8:20 ആയപ്പോൾ എണീറ്റു. പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അങ്ങനെ കരുതി എന്തെങ്കിലുമൊക്കെ വ്ളോഗൊന്ന് എടുക്കണ്ടേ. ഇത്രയും ദിവസമായി യൂട്യൂബ് ചാനലൊക്കെ തുടത്തിയിട്ട്, എന്നിട്ട് ഇപ്പോഴും ഒരു 10 വീഡിയോ ഒക്കെ ആയിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്, അതാ പ്രശ്നം. സാധാരണ ഇങ്ങനെ ദിവസം എന്തൊക്കെ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എണീക്കും, എൻ്റെ മീനുകൾക്കൊക്കെ തിന്നാൻ കൊടുക്കും. എൻ്റെ മീനുകൾക്ക് മാത്രം തിന്നാൻ കൊടുത്താൽ പോരാ, എൻ്റെ ബ്രദർ സ്ഥലത്തില്ല, എൻ്റെ മീനുകൾക്കൊക്കെ തിന്നാൻ കൊടുക്കണം. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എണീക്കുമ്പോൾ ഒരു 9 മണി ആവും കേട്ടോ. രാവിലെ ഒന്നും എണീക്കലില്ല. 9 മണിക്ക് എണീറ്റിട്ട് മിക്കവാറും ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ താഴേക്ക് ഇറങ്ങണേ. അപ്പോഴേക്കും ഒരു 10:30 ആവും. പിന്നെ ഒരു ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേനും ഒരു 11 മണിയാവും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ പുറത്തുകൂടെയൊക്കെ ഇങ്ങനെ നടക്കും. തൊടുവ് പോയിട്ട് ഫാഷൻ റൂട്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ വീട്ടിൽ തന്നെ വന്നിട്ട് അടിച്ചുവാരി തുടച്ചിടും. അതാണ് ഞാൻ ആക്കോടെ മെയിനായിട്ട് ചെയ്യുന്ന പണി. പിന്നെ എൻ്റെ ഡ്രസ്സ് കഴുകാണ്ടെന്നുണ്ടെങ്കിൽ കഴുകും. അപ്പത്തിനൊരു ഉച്ച കഴിയും. പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫോണും കുത്തിയിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വ്ളോഗ് ചെയ്യാൻ തോന്നുമ്പോൾ അത് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ എന്തെങ്കിലും ഫോട്ടോസ് എടുക്കേണ്ടി കരുതിയിട്ട് അങ്ങനെ കുറച്ച് സെൽഫ് പോർട്രേറ്റൊക്കെ എടുക്കും. പക്ഷെ ഇപ്പം അതൊന്നും കാര്യമായിട്ടില്ല. കാരണം എനിക്കിപ്പോൾ ഞാൻ ഭയങ്കര മടിച്ചിരിക്കണം. ഇനിയിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ക്ലാസ്സൊക്കെ തുടത്തും. പിന്നെ പ്രത്യേകിച്ച് വ്ളോഗൊന്നും ചെയ്യാൻ അധികം ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ദിവസത്തേ ഉള്ളൂ. ഇനി 1-ാം തീയതി ക്ലാസ് തുറക്കുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അതാണ് എൻ്റെ ഉദ്ദേശം. അതാണ് ഞാൻ ഇപ്പം തന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തത്. എന്താണെന്നുണ്ടെങ്കിലും വർത്താനം പറഞ്ഞ ടൈം കളയാതെ ഇന്നത്തെ ദിവസത്തേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇനി രാവിലെ കാണണമെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് കാണണമെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് തന്നെ നമുക്ക് പോയിട്ട് ഫ്രഷ് ആവും. അതിൻ്റെ മുമ്പ് എൻ്റെ മീനുകൾക്ക് തിന്നാൻ കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. ഭയങ്കര അലമ്പായിട്ട് കിടക്കുകയാണ്. ഇതെൻ്റെ റൂമിൽ നിന്ന് എനിക്ക് മാത്രമായിട്ടൊരു ബാൽക്കണി ഉണ്ട്, എൻ്റെ സ്വന്തം ബാൽക്കണി. ഇതാണ് ആ ബാൽക്കണി. ഇവിടെയാണ് ഞാൻ എൻ്റെ ഫിഷ് ബോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ ഫിഷിൻ്റെ ഫുഡാണിത്. ഞാൻ ഈ ബോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെറ്റ് ചെയ്ത് പോരുന്നല്ല ഈ ബോളിൻ്റെ അവസ്ഥ. ഇതൊന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ കുറച്ച് ഫോക്സ്ടെയിൽ പ്ലാന്റ്സും കുറച്ച് ഫിഷിനെയും പുറത്തത്തെ ടാങ്കിൽ തന്നെ കൊണ്ടുപോയിട്ടു. എന്നാൽ റൂമത്തെ ഡോറങ്ങ് തുറക്കാം. ഇതാണ് ഹാള്. ക്യാരം ബോർഡൊക്കെ ബെഡിലങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഞാനൊന്ന് ഒറ്റയ്ക്ക് കളിച്ചിരുന്നു. ഫൈസൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടാളും കളിക്കും, ഇല്ലാത്തുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കും. അയ്യോ വീണുപോയി. നമുക്കിനി അക്വേറിയത്തെ ഫിഷിനൊക്കെ തിന്നാൻ കൊടുക്കാം കേട്ടോ. ഫസ്റ്റിലെ 2 ടാങ്കത്തെ ഫിഷിനും നല്ല ഇണക്കാണ്. കണ്ടോ, കൈ കാണിക്കുമ്പോൾ തന്നെ വരും. ചിലപ്പോൾ രാവിലെ അല്ലേ വിശന്നിട്ട് വരുമൊക്കെ, പറയാൻ പറ്റൂല. നല്ല വിരലുണ്ട്, കൈ ഇടയ്ക്ക് കാണിക്കുമ്പോൾ വിരലുണ്ട്. ഈ മോർഫ് കണ്ടോ, മോർഫിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കയ്യിൽ വന്നിട്ട് കൊത്തൊക്കെ ചെയ്യും കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ. ഇതിനകത്തത്തെ ഫിഷിനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഏഞ്ചൽ കുഴപ്പമില്ല, സീബ്രയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ പോവും. ഞാൻ ഫിൽറ്റർ ഓണാക്കി. ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഈ അക്വേറിയത്തിൻ്റെ ബാക്കിലായിട്ടാണ് ഇതിനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഫിഷിൻ്റെ ഫുഡും പിന്നെ അക്വേറിയം സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന കല്ലും ഇതൊക്കെയോ. അപ്പോൾ ഇതൊക്കെയാണ് ഫിഷിൻ്റെ ഫുഡ്. ഇത് വലിയ ഫിഷിനും കൊടുക്കുന്നതാണ്. ബാക്കി 2 അക്വേറിയത്തിലെ ഫിഷിനും പിന്നെ പുറത്തുള്ള ഗപ്പികൾക്കൊക്കെ കൊടുക്കുന്ന ഫുഡാണ്. ഇത് പൊടിച്ചതാണ്. ഞാൻ പൊടിച്ചതൊരു ലേശം എടുക്കുകയാണ്, അത് ഇട്ട് കൊടുക്കാം. മോർഫ് അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ടല്ലോ, അപ്പോൾ മോർഫിന് നമുക്ക് പൊടിക്കാത്ത ഇട്ട് കൊടുക്കാം. മറ്റേതും വലിയ ഫിഷ് തന്നെയാണ്, എന്നാലും പൊടിച്ചത് ഇട്ട് കൊടുത്തു.
അപ്പുറത്തെ ടാങ്കിക്കും അപ്പുറത്തെ അക്കോറത്തേക്കും പിടിക്കാതിട്ട് കൊടുക്കാം. അതിനകത്ത് ഏഞ്ചലും ടൈഗറും ആണുള്ളത്. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്തു, ഒന്ന് ഫ്രഷായിട്ട് വന്നു. ഇനി ഇതിൻ്റെ മുമ്പ് ഒരു ബോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഫിഷ് ടാങ്കൊക്കെ. ഈ അക്വേറിയം കൂടാതെ പുറത്ത് 1-2 ഫിഷ് ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ തീറ്റിട്ട് കൊടുക്കണം. എൻ്റെ ബ്രദറാണ് സാധാരണ ഒക്കെ ചെയ്യാറുള്ളത്, ഒക്കെ അവനാണ് നോക്കാറുള്ളത്. അപ്പോൾ അവനില്ലാത്ത സ്ഥിതിക്ക് എൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്നലെ പോയപ്പോൾ. അവനോട് പറഞ്ഞിരുന്നു ബോസ്റ്റിൻ്റെ ടിന്നിനകത്ത് വലിയ വെയിറ്റ് ഉണ്ട്, അത് വലിയ മീനുള്ള ടാങ്കിനകത്ത് ഇടണം. പിന്നെ ചെറിയ തീറ്റ അത് ഗപ്പികൾക്കൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് ചെയ്യാൻ പോകാം. എന്നെ ഭൂമിക്ക് ഇറങ്ങാം. ഫൈസൽ എന്നെ എപ്പോഴും കളിയാക്കലുണ്ട്. ഓൻ വിളിക്കുമ്പോൾ അതായത് ഒരു 11 മണിയായിട്ടും ഞാൻ ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ റൂമിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നോട് ചോദിക്കും ഈ ഇപ്പോഴും ഭൂമിക്ക് ഇറങ്ങിയിട്ടില്ല ചോദിക്കും. വീടിൻ്റെ ഫ്രണ്ടിലെ ഫിഷ് ടാങ്കിനകത്ത് ഗപ്പിയുണ്ട്, പ്ലാറ്റുണ്ട്. ആദ്യം ഞാൻ ഫുഡ് കൊടുക്കാം. ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്ന ചെരുപ്പിൻ്റെ ഇടയ്ക്കൊന്ന് പൊട്ടി. എൻ്റെ ബാക്കിയുള്ള ചപ്പലൊക്കെ മുകളിലാണ്, എൻ്റെ റൂമിലാണ്. അപ്പോൾ ഞാൻ ഫൈസലിൻ്റെ ഫ്ലിപ്പ് പോപ്പ് എടുത്തിട്ടു. ഫൈസലിൻ്റെ ഫ്ലിപ്പ് പോപ്പ്, ഫൈസലിൻ്റെ ട്രാക്ക് പാൻസ്, ഫൈസലിൻ്റെ ടീഷർട്ട്, എല്ലാം ഫൈസലിൻ്റെ. എനിക്ക് ഫൈസലിൻ്റെ ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഗപ്പികൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആദ്യം നെറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പ് കോഴിക്കറുപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് കാര്യമായിട്ട് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ഗപ്പികളും. ഇനി ഇതിലൊക്കെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം. അതിലൊക്കെ ഗപ്പികളുണ്ട്, കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ആമ്പൽ കൊടുന്നിട്ടിട്ടുണ്ട്, വിത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇട്ടാണ് ഉമ്മ, അധികം തൈയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇടാമെന്ന് പറഞ്ഞു ഉമ്മ. ആ ബാക്കത്തെ ടാങ്കിനകത്താണ് വലിയ ഫിഷ് ഉള്ളത്, അതിന് വലിയ തീറ്റ ഇട്ട് കൊടുക്കണം. ഇത് ഞങ്ങളുടെ കോഴിക്കോടാണ്. കോഴികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെറ്റ് കെട്ടി വെച്ചിട്ടുള്ളത്. അത് ശരിക്ക് ഗ്രില്ലിടണം, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ വാതിൽ വെച്ചു, ബാക്കി പണി ഇനി ചെയ്യാനുണ്ട്. ഇതിനകത്ത് വാളുണ്ട്, പിന്നെ കണ്ണനുണ്ട്. അപ്പോൾ അതിനൊക്കെ തീറ്റ ഇട്ട് കൊടുക്കണം. അതിന് വലിയ തീറ്റയാണ് ഇട്ട് കൊടുക്കണേ. സപ്പോർട്ടൊക്കെ ഉണ്ട് കുറേ, ഞാൻ കാണിച്ചു തന്നല്ലേ. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഇതൊക്കെ ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ കിളികൾക്കുള്ളതാണ്. ഒന്നും ഞങ്ങൾക്ക് കിട്ടൂല, ഒക്കെ തിന്നും. അവരൊക്കെ തിന്നു കഴിഞ്ഞിട്ട് വല്ലതും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കട്ടെ. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പക്ഷെ നന്നായിട്ട് പഴുത്തതാണ്, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. തൊടിയിൽ വലിയ കാളൊന്നുമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടലുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഞാനിങ്ങനെ നടക്കുമ്പോൾ പാമ്പിനൊക്കെ കാണുന്നുണ്ട്. അമ്മ അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ശ്രദ്ധിച്ച് നടക്കുമെന്ന് തോന്നുന്നു. പപ്പായ ഉണ്ടാക്കാം. പേരയ്ക്കുണ്ട്, പക്ഷെ പേരയ്ക്കൊന്നുമില്ല. 1-2 ഉണ്ട്, പക്ഷെ ആയിട്ടില്ല. ഇനി ആയാൽ തന്നെ ആ കിളികൾ തിന്നോളും. പിന്നെ അവിടെ കുറേ മാവുകളുണ്ട്, പക്ഷെ ഒന്നും പൂത്തിട്ടില്ല. ഒക്കെ ഞങ്ങൾ ഈ വീട്ടിൽ, അതായത് ഈ സ്ഥലം വാങ്ങിച്ചിട്ട് വെച്ചാണ്. എന്ന് വെച്ചാൽ ഒരു 8-9 വർഷമായിട്ടുണ്ടാവും അതൊക്കെ. അപ്പോൾ ഒന്നും ആയിട്ടൊന്നുമില്ല. ഇത് ഞാൻ വെച്ച മാവാണ് കേട്ടോ. എന്ത് വലിപ്പം നോക്കി, മൂവാണ്ടനാണ്. ഒരു 8-9 വർഷമായി ഇതിൻ്റെ പ്രായം. ഇതൊക്കെ എന്നാ ഒന്ന് പൂക്കുക. ഇതൊക്കെ എൻ്റെ ബ്രദർ കെട്ടിവെച്ചാണ്. വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ലോക്ക്ഡൗണൊക്കെ ആയിട്ട് അവന് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് അവൻ ഉണ്ടാക്കിയിട്ട സംഭവമാണ്. ഗെറ്റിംഗ് ബാക്ക് ടു ക്യോക്കുഷ്യൻ ഡേയ്സ്. മഖിവാരാന്ന് എന്തോ ആണ് ഇതിന് പറയുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട വീഡിയോ ആയിരുന്നു, അങ്ങനെ കിട്ടിയതാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഇന്ന് രാവിലെ എണീറ്റ് താഴത്തേക്ക് വന്നപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, ഉമ്മാൻ്റെ പപ്പയുടെ ആനിവേഴ്സറി ആയിട്ട് വാപ്പ ഉമ്മാൻ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. ഉമ്മക്ക് ഭയങ്കര പരാതി. വാപ്പക്ക് ടൈമിലായിട്ടാണ്, അപ്പോൾ തൃശ്ശൂരായിരുന്നു അന്ന്, വക്കുള്ള ദിവസമായിരുന്നു അപ്പക്ക്. അപ്പോൾ വാപ്പ പറഞ്ഞു നാളെ എങ്ങോട്ടേലും പോവാറുന്നു. അപ്പോൾ ഞാനും ഉമ്മയും വാപ്പയും നാളെ എങ്ങോട്ടേലൊക്കെ പോവും. ഇങ്ങോട്ടൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല, അന്ന് രാത്രി വാപ്പ വന്നിട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ അപ്പോഴും നമുക്കൊരു വ്ളോഗ് ചെയ്യാം. സമയം 10:10 ആയിട്ടോ. എനിക്ക് വിശക്കുന്നുണ്ട്, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം.
തൊടിയിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറിക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്നെന്നോ പറിച്ച് വെച്ച് ഒരു പഴം ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് അരിയിൽ പൂത്തി വെച്ചിട്ടുണ്ടായിരുന്നു പഴുക്കാൻ വേണ്ടിയിട്ട്. അത് അയക്കണോ നോക്കാം. നെങ്ങുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയാലും അറിയാം പഴുത്തിക്കണോ ഇല്ലയോ എന്ന്. പഴുത്തിട്ടൊക്കെ ഉണ്ട്. എന്താണെന്നുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അത് കഴിക്കാം. ഉപ്മാ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോതമ്പ് ഉപ്പുമാവാണോ? അല്ല, ഓട്സ് കൊണ്ടുള്ള ഉപ്മാവാണ്. പിന്നെ പുട്ടുണ്ട്. പുട്ട് അടച്ചു വെച്ചപ്പോൾ പൊടിഞ്ഞ് വയ്ക്കണം. കടലക്കറി. എനിക്ക് ഉപ്മാവ് മതി. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓട്സ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഓട്സ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്ന ആൾ ഞാനാണ്. എനിക്ക് പാൽ ഇഷ്ടമല്ല. ബാക്കിയുള്ളവരൊക്കെ ഓട്സ് അങ്ങനെ കഴിക്കും. ഞാൻ ഓട്സ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഉപ്മാവ് ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഉമ്മ ഇതിൽ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനതൊന്നും ഇടൂല. പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ഇടും, ലൈം ജ്യൂസ് വയ്ക്കും ഉപ്മാവക്ക്. ഉമ്മ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മ ഉണ്ടാക്കിയത്. ഉമ്മ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റാണ്. ഞാനങ്ങനെ ചോറും കറിയൊന്നും വെക്കൂല. ചെറിയ ചെറിയ സ്നാക്സ്, അതുപോലെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അതിന് വേറെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. അത്ര തന്നെ. എല്ലാവരും പോലെ നൂഡിൽസ് ഉണ്ടാക്കുക, മുട്ട പൊരിക്കുക, അങ്ങനെയൊക്കെ തന്നെ എനിക്കും കഴിയുള്ളൂ. പിന്നെ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കൂലേ. അപ്പോൾ സ്നാക്സൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കൽ. പിന്നെ അതേപോലെ ഓട്സ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ രാവിലത്തെ ഇടിയപ്പം. എനിക്ക് ചോറ് അധികം കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ രാവിലത്തെ ഇടിയപ്പം ഉച്ചയ്ക്ക് ഞാൻ ഇടിയപ്പം ബിരിയാണി വെക്കും. കൊത്തു പൊറോട്ട ഉണ്ടാക്കണ പോലെ ഞാൻ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ പുട്ട്, രാവിലത്തെ പുട്ടൊക്കെ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ പുട്ട് തൂമിക്കും. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തൂമിക്കുമല്ലോ. അതൊക്കെയാണ് എൻ്റെ മെയിൻ ഐറ്റം. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ മുട്ടച്ചോറ് ഉണ്ടാക്കും. ബിരിയാണി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. എന്താ പേര് എന്നൊന്നും എനിക്ക് തന്നെ അറിയാം. ടൊമാറ്റോ റൈസ് എന്ന് ഞാനിവിടെ പറയാന്ന് മാത്രം. പക്ഷേ ടൊമാറ്റോ റൈസ് എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ കഴിക്കലുണ്ട്. ഇനി കഷ്ടപ്പെട്ട് കഴിക്കണമെന്ന് എനിക്കറിയില്ല. വേറെ ആരും അങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ എൻ്റെ താത്തയുടെ കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പാച്ചു ഫിദ 2 കുട്ടികളുണ്ട് താത്തയ്ക്ക്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അവർക്കും ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇന്ന് ഫൈസലിനെ വിളിച്ചിട്ടില്ലല്ലോ. ഞാനാണെങ്കിലും കഴിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു വെക്കാം. പിന്നെ ഫൈസൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ലവ് മാരേജ് ആയിരുന്നു. 2 വർഷം പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ ലവ് സ്റ്റോറി വീഡിയോ ചെയ്യുമെന്ന്. ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുമ്പോഴും അതുപോലെ തന്നെ Q&A ഇടുമ്പോഴൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവനെ അതിനായിട്ടാണ് കിട്ടിയിട്ടില്ല. അവൻ എപ്പോഴൊക്കെ ഉള്ള വീട്ടിൽ വരിക. അപ്പോൾ ഞങ്ങൾ ഓരോ തിരക്കിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോവും. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അതിന് എന്താണെന്നുണ്ടെങ്കിലും അവൻ വരുമ്പോൾ ചെയ്യാൻ നോക്കാം. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്കൊന്നിനും കിട്ടണില്ല, എന്തായാലും വരുമ്പോൾ ഒപ്പം നിൽക്കണമെന്ന്. നിൽക്കാതിനപ്പോൾ അവൻ ഭയങ്കര തിരക്കിലായിപ്പോയി. അതാണ് പ്രശ്നം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും ബീൻസും മാത്രം ബാക്കിയുണ്ട്. ഈ ഉമ്മാക്ക് ഞാനിങ്ങനെ ബാക്കി വെക്കണ തീരെ ഇഷ്ടമല്ല. അതായത് പച്ചക്കറി ഒന്നും തിന്നൂല പെണ്ണ് കറി. അപ്പം എന്നാൽ അതൊക്കെ കഴിക്കാന്നാണ്ട് കരുതി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ആരെങ്കിലും ഒരു സാധനം വെച്ചിട്ടില്ലേ, അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് എനിക്ക് ഇതുവരെ അറിയില്ല. അതിന് ഞാൻ ചക്കപ്പഴം എന്ന് പറയും. പക്ഷേ ചക്കപ്പഴം ഒന്നുമല്ല അല്ലേ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ പേര് ഇപ്പം തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഗൂഗിളിനോട് വെച്ചപ്പോൾ ഗൂഗിൾ വരുന്നത് ഈ പഴത്തിൻ്റെ പേര് വൈൽഡ് സ്വീറ്റ് സോപ്പ് എന്ന് എന്തോ ആണെന്നാണ്. അതിപ്പോൾ എന്താ, അത് മലയാളത്തിൽ എന്താ പറയാൻ നോക്കാം. വൈൽഡ് സ്വീറ്റ് സോപ്പിൻ്റെ മലയാളം, രാമപ്പഴം.
അതാണല്ലേ. നിങ്ങൾക്കിത് വേണോ? ചക്കപ്പഴം, സോറി രാമപ്പഴം. ഞാൻ അതിന് ചക്കപ്പഴം എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഹാഫ് ഉമ്മ എടുത്തു, ഹാഫ് ഞാനും എടുത്തു. പക്ഷേ ശരിക്കും ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഇത് വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. മിന്നാന്നൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഇത് ഞാൻ ഇത്രയും കൊതിയോടെയാണ് എടുത്തത്. പക്ഷെ ഇത് വലിയ ടേസ്റ്റ് ഇല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മൂക്കണേൻ്റെ മുമ്പ് അറുത്ത് വെച്ചു തോന്നുന്നുണ്ട്. ഇനി അതാണോ, ഞാൻ മിന്നാന്ന് മറ്റേത് എടുത്തപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ഒക്കെ നോക്കിയിരുന്നു അയക്കണം വെക്കാൻ, അപ്പോൾ അതായിട്ടില്ല. ഇന്നലെ ഞാൻ വെറുതെ നോക്കിയിരുന്നു, അപ്പോഴും ആയിട്ടില്ല. ഇന്ന് പിന്നെ നമ്മൾ കണ്ടല്ലോ നെക്കിയപ്പോൾ അത്യാവശ്യം ബ്ലും ഒക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ കരുതി അയക്കണത്. പക്ഷെ ഇത് ശരിക്കും ആയിട്ടില്ല, അതാണ് പ്രശ്നം. ഞാൻ ഇതിങ്ങനെ ദിവസം നെക്കി എൻ്റെ നിർബന്ധം കൊണ്ട് ഇത് പഴുത്ത പോലെയാണ്, വലിയ ടേസ്റ്റ് ഇല്ല. ഉമ്മ കഴിച്ചു, പക്ഷെ ഞാൻ കഴിച്ചില്ല. കണ്ടോ, എന്തിനാ പഠിച്ചോണ്ട് ഇതിനകത്ത് ഇത്രയും കൂരൊക്കെ ഇടണം അല്ലേ. അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ പോരാ, എനിക്ക് ഫൈസലിനെ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ പണിയുണ്ട്. താഴെയും ക്ലീൻ ചെയ്യണം, മുകളിലും ക്ലീൻ ചെയ്യണം, അടിച്ചു വരണം, തുറക്കണം. പിന്നെ എനിക്ക് കുറേ അലക്കാനുണ്ട്. മെഷീനിലിട്ടിട്ട് അലക്കാൻ മതി. അതായത് വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധാരണത്തെ ഡ്രസ്സുകളാണ്, അതൊക്കെ ഞാൻ മെഷീനിലിട്ടിട്ടാണ് അലക്കൽ. ബാക്കി ഇന്നവിയേഴ്സും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇടുന്ന നല്ല ഡ്രസ്സൊക്കെ ഞാൻ കല്ലിലിട്ടിട്ട് തന്നെ അലക്കും. പിന്നെ എൻ്റെ ഒരു പുതപ്പ് അലക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ നാളെ പോകും കൂടെ അല്ലേ, അപ്പോൾ നാളെ ഒന്നും നടക്കില്ല, അപ്പോൾ ഇന്നെല്ലാം എടുക്കണം. അപ്പോൾ ഇന്നൊരു ലേസി ഡേ ആണെന്ന് പറഞ്ഞത് ഇന്നൊരു ബിസി ഡേ ആയി മാറി. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. നാളെ എന്നാലും പോകുമ്പോൾ കുറേ നമുക്ക് എടുക്കാം. പക്ഷെ ഇന്ന് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും എടുക്കണം. എനിക്ക് അതിനായിട്ട് മെനക്കെടാനൊരു മടിയാണ്. അതുകൊണ്ട് ഒരുങ്ങാൻ മുഖത്ത് മേക്കപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ, അപ്പം എനിക്കൊരു മടിയാണ്. അല്ലെങ്കിൽ നമുക്കിന്ന് ഒരു യൂട്യൂബ് വ്ളോഗ് എടുക്കാം, എന്തെങ്കിലും വീഡിയോസ് എടുക്കാം. അപ്പോൾ ഫൈസലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഒരു 11:45 ഞാൻ വിളിക്കാം, ഇപ്പോൾ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും താഴെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല, അപ്പോൾ ഫോണൊന്ന് പ്ലഗ് ഇൻ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണാം കേട്ടോ. വെൽക്കം ബാക്ക്. അപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ വന്നു. ഇനിയുണ്ട് പണി. ഉമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. സാധാരണ ഞാനും ഉമ്മയും വീട്ടിലൊറ്റയ്ക്കാവുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കലില്ല. അതായത് ഉമ്മക്ക് ചെടി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉമ്മ നേരെ ആ പണിക്ക് വെക്കും. കാരണം ഞാനുമേ മാത്രമല്ലേ, എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും. ഉമ്മ എന്നോട് ചോദിക്കും എനിക്ക് ചോറ് വേണോ ചോദിക്കും. അപ്പോൾ ഞാൻ ചോറ് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ ചോറ് ഉണ്ടാക്കി വെക്കും. ഇനി മീൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസാല വെച്ചിട്ട് വെക്കും. അപ്പോൾ എനിക്ക് കഴിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ ഒന്നല്ലെങ്കിൽ മീൻ പൊരിക്കുക, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പൊരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടുക. ഇപ്പോൾ ചോറ് ഞാൻ വേണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, എനിക്ക് തോന്നിയതൊക്കെ. ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഉമ്മ ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് ഉമ്മക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മ അത് കഴിക്കും. അങ്ങനെയൊക്കെ തന്നെ ആ ഒരു ദിവസം കൊണ്ട് പോവും. ഇന്നിപ്പോൾ എന്തേ തോന്നിയാവും ഉമ്മ ഒന്ന് പുറത്തേക്കും അല്ലാതെ ഇറങ്ങിയിട്ടില്ല. വേണമെങ്കിൽ നല്ല വെയിലാണ്. നാളെ പോകണ്ടേ അല്ലേ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെയിലൊന്നും കൊള്ളണ്ട, നീരിറങ്ങൊന്നും വേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഉമ്മ ഇന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഉമ്മ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ചിക്കനൊന്നുമില്ല, എഗ്ഗ് ഉണ്ട്. ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കിക്കണം. ഇനി ഞാൻ പോയിട്ട് മയോണീസോ ടൊമാറ്റോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാൻ താഴേക്ക് പോട്ടെ കേട്ടോ. ഉമ്മ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞു. ബീട്രൂട്ട് കൊണ്ട് ചെമ്മന്തി അമ്മ അത് എന്നാലും രസമുണ്ട്. പിന്നെ അമ്മ കൈപ്പക്ക പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കൈപ്പക്ക അതുപോലെ വഴുതനങ്ങയൊക്കെ പൊരിക്കുന്നത് എനിക്കിഷ്ടമാണ്. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, പെട്ടെന്ന് ടൊമാറ്റോസ് ഉണ്ടാക്കാനാണ്. ടൊമാറ്റോ കട്ട് ചെയ്തിട്ടു.
കുറച്ച് ഷുഗർ ഇട്ടു, സോൾട്ട് ഇട്ടു, ചില്ലി പൗഡർ ഇട്ടു. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തു. പാകമാവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ടോ ടൊമാറ്റോസ് ഉണ്ടാക്കാറുള്ളത്. ഒരു ബുൾസൈ ഉണ്ടാക്കി. ഫുഡ് കഴിക്കാൻ TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബാൽക്കണിയിലെത്തി. ഇനി എന്താ, എനിക്ക് കുളിക്കണം, അലക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഫൈസൽ വിളിച്ചായിരുന്നു. കുറേ നേരം സംസാരിച്ചു. ടൈം 3:08. എത്ര പെട്ടെന്നല്ലേ സമയമൊക്കെ പോണത്. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഞാൻ ആലോചിക്കണത്. ഒരു 4:30-5 മണിയൊക്കെ ആവും ഇനിയിപ്പോൾ അലക്കാൻ നിന്ന് കുളിയൊക്കെ കഴിയുമ്പോഴേക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു വ്ളോഗ് എടുക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് ഫോട്ടോസ് എടുക്കണം. ഇപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. മേക്കപ്പിൻ്റെ ആവശ്യം വേണ്ടി വരും കേട്ടോ. എൻ്റെ ഫോണ് പോക്കോ X2 ആണ്. അതിൽ ഫ്രണ്ട് ക്യാമോ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്ക് ക്യാമറ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് കാണാത്ത പിമ്പിൾസ് ഒക്കെയാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഇവിടെ കുറച്ച് പിമ്പിൾസ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. ഇതൊക്കെ എടുത്തറിയും. അപ്പം ഞാൻ പിമ്പിൾസിൻ്റെ മുകളിലൊക്കെ കുറച്ച് BB ക്രീമൊക്കെ ഇടും. ഈ കുരു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മുട്ട കഴിക്കും നല്ലോണം. ഞാൻ ഇപ്പോഴാണ് മുട്ട കഴിക്കൽ കുറച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് നല്ലോണം കഴിച്ചു. അതായത് ഒരു ദിവസം 2 മുട്ട എന്താണെന്നുണ്ടെങ്കിലും കഴിക്കും. പിന്നെ ഞാൻ നിർത്തി. പിമ്പിൾസ് ഇങ്ങനെ വരുന്നുണ്ട്, ഇപ്പം നിർത്തി. പിന്നെ മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരും കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ പിന്നെയും വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? ഞാൻ ഡാൻഡ്രഫ് കളയുന്ന വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്താൽ കാണാം. എൻ്റെ ഒരു ബ്ലാക്ക് ചുരിദാറുണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. ഈ ചുരിദാറിൽ ഞാൻ സിംഗിൾ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. പൈസന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം ആ ചുരിദാറിൽ. എന്തൊരു കഷ്ടം. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആ പുറത്ത് ഗാർഡനിലൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ലൈറ്റ് പോയി. ഇതൊരു നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. ഇനി പോയി എടുത്താൽ ഭംഗി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഒരു രസമില്ല. എന്താ ചെയ്യാം, എന്താണെന്നുണ്ടെങ്കിലും നോക്കാം. ഞാൻ ട്രൈപോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ലൈറ്റൊക്കെ ഊരൊക്കെയായിരുന്നു. ഞാൻ പിന്നെ അതിന് നിന്നില്ല. ട്രൈപോഡ് എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ചിട്ട് എടുക്കണം എന്നൊക്കെ അറിയാം. അതിന് ലൈറ്റില്ലല്ലോ. നോക്കാം നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും. ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. നടുക്ക് വേദനിക്കുന്നുണ്ട്. കുറേ നേരം നിന്നതല്ലേ. എനിക്കിപ്പോൾ എടുത്ത ഫോട്ടോസ് ഒന്നും സത്യം പറഞ്ഞാൽ ഇഷ്ടമായിട്ടില്ല. ഇനിയിപ്പോൾ ഫോട്ടോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലിരുന്നിട്ട് വേറെ പണിയൊന്നുമില്ലാത്തപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എടുത്ത ഫോട്ടോസ്. അപ്പോഴൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാവുക. അപ്പോൾ ഇനി എന്താണെന്നുണ്ടെങ്കിലും മതിയായി, നിർത്തിയാണ്. അപ്പം ഇനി നന്നായാലും നന്നായിട്ടില്ല എന്നുണ്ടെങ്കിലും ഇല്ല ഫോട്ടോസ് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു. എനിക്ക് ഫോട്ടോസ് ശരിയാവായിട്ട് എനിക്കൊരു സുഖമല്ല. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്ന് നോക്കാം. അകത്ത് ചെന്നിട്ട് ഇരുന്ന് നോക്കാം. ഫോട്ടോസ് ഏതെങ്കിലുമൊക്കെ നന്നായിട്ടുണ്ടോ, ഏതെങ്കിലുമൊക്കെ മോശമായിട്ടുണ്ടോ ഒക്കെ നമുക്ക് നോക്കാം. അപ്പം ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വാപ്പ വന്നു കേട്ടോ. പിന്നെ വാപ്പ എനിക്ക് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വാപ്പ എനിക്ക് കേക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ തൈര് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലസ്സി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ലസ്സി എപ്പോഴും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ലസ്സി ഉണ്ടാക്കാനായിട്ട് തൈരും കൊടുത്തിട്ടുണ്ട്. കേക്ക് എന്ത് കേക്കാണിത്? പ്ലം കേക്കാണ് കൊടുത്തിട്ടുള്ളത്, KR ബേക്കേഴ്സിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്ലം കേക്ക്. എടുത്ത ഫോട്ടോസും നോക്കിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതാണ് സ്പൂൺ വെച്ച് കഴിക്കണേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും ഇഷ്ടമാവില്ല. പിന്നെ വീട്ടിലൊക്കെ വന്നിരുന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഇഷ്ടമാവും. ഇത് എനിക്ക് ഇഷ്ടമായ ഫോട്ടോസൊക്കെ ഫേവറേറ്റൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കാം. എനിക്കിഷ്ടമായിട്ടോ ചില ഫോട്ടോസൊക്കെ. ഇതിലേതെങ്കിലും 3 ഞാൻ ഇൻസ്റ്റയിലിടും.
ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് മിക്കതും ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ലൈറ്റ് റൂമൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കി. ഈ ഫോട്ടോയൊക്കെ എനിക്കിഷ്ടമായി. ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ഇടണം. വാപ്പ പറഞ്ഞു നാളെ ഊട്ടി പോവാന്ന്. അപ്പം എന്നോട് ഇ പാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കുകയും ചെയ്തു. രാത്രിയായില്ലേ? ഞാൻ ഇതുവരെ നാളത്തെ ട്രിപ്പ് പോകാനല്ലേ പാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇ പാസ് തമിഴ്നാട്ടിലേക്കുള്ള കിട്ടി, കർണാടകത്തിനുള്ള കിട്ടിയിട്ടില്ല. ടൈം 6:45 അപ്പം ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എൻ്റെ സ്ഥലമല്ല, അതിൻ്റെ ബ്രദറിൻ്റെ സ്ഥലമാണ്. അവൻ്റെ ഏരിയ ആണത്. അപ്പോൾ ഞാൻ ഇപ്പം എന്താ പറയാൻ വന്നേ, നാളെ പോകണം, നാളെ രാവിലെ ഇറങ്ങണം. വാപ്പ പറഞ്ഞു ഊട്ടിക്ക് പോവാമെന്ന് പറഞ്ഞു. ഊട്ടിക്ക് പോയിട്ട് കുറേ കാലമായി. ഞാനും വാപ്പിയും ഉമ്മയും ഒരുമിച്ചാണ് ലാസ്റ്റ് പോയത്. ഞാൻ ഡിഗ്രിക്ക് എത്തുന്നതിൻ്റെ മുമ്പ് +2 കഴിഞ്ഞിട്ടുള്ള വെക്കേഷനിലാണ് പോയത്. പിന്നെ പോയിട്ടേ ഇല്ല. പിന്നെ ഇപ്പം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാണ്. പിന്നെ ഊട്ടിക്ക് പോയിട്ടില്ല. അപ്പോൾ അപ്പോൾ പറഞ്ഞു ഊട്ടിക്ക് പോവാ, എന്നോട് ഇ പാസ്സൊക്കെ എടുക്കാൻ പറഞ്ഞു. ഊട്ടിക്ക് മാത്രമല്ല പോണേ, വാപ്പ പറഞ്ഞ് കർണാടകയ്ക്കും തമിഴ്നാട്ടിലേക്കും കൂടെ ഇ പാസ് എടുക്കാൻ പറഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു ഗുണ്ടൽപേട്ട വഴി അങ്ങനെ പോവാണെന്ന് തോന്നുന്നുണ്ട്. ഇ പാസ് എടുത്തു, തമിഴ്നാട്ടിലേക്ക് എടുത്തു, കർണാടകയ്ക്ക് എടുത്തിട്ടില്ല. കർണാടകയ്ക്ക് കിട്ടുന്നില്ല ഇ പാസ്. ഇനി ഒന്നുകൂടെ നോക്കണം. പിന്നെ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഫോട്ടോ എടുക്കാനായിട്ട് ഇട്ട ഡ്രസ്സാണ്. ആ ഡ്രസ്സിൽ തന്നെ അങ്ങനെ ഇരിക്കാം. ഇനി എന്താ, എനിക്ക് ഈ ഡ്രസ്സും കൂടെ കഴുകാനായില്ലേ? അങ്ങനെ കഴുകൊന്നും വേണ്ട അല്ലേ? ഒന്ന് ജസ്റ്റ് ഷാമ്പൂലൊക്കെ ഒന്ന് മുക്കുക, പിഴിയുക, തോരിടുക, ക്ലീനായി. പിന്നെ എനിക്ക് കുളിക്കണം. ഞാൻ മേലൊഴുകിയിട്ടുണ്ട്, മുടി നനച്ചിട്ടില്ല. 2 പ്രാവശ്യം മേലൊഴുകിയിട്ടുണ്ട്, രാവിലെയും ഉച്ചക്കും. മുടി നനച്ചിട്ടില്ല. മുടി നനയ്ക്കണോ? നനച്ചേക്കാം. നാളെ പോവുകയല്ലേ? നാളെ എന്തായാലും രാവിലെ നേരത്തെ എണീറ്റ് പോവുകയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുളിക്കലുണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് മേലെഴുകും എന്നല്ലാതെ കുളിക്കില്ല. മുടി എന്തായാലും നനയ്ക്കൂല. പിന്നെ ഇന്ന് രാത്രി കിടക്കേണ്ടി മുമ്പ് ഒന്ന് ഹെയർ ഒന്ന് വാഷ് ചെയ്യാം. പിന്നെ ഇനി എന്താ പറയുക, ഇനി ഞാൻ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണോ? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. കാരണം നാളെ വേറെ വ്ളോഗ് എടുക്കണം, കുറേ ഫോട്ടോസ് എടുക്കാനുണ്ട്. ഫോട്ടോസ് എനിക്ക് ആരും എടുത്തുതരാം? വാപ്പ എടുത്തുതന്നാൽ ശരിയാവും. ഞാൻ ഒരു +2 വരെ ഞങ്ങൾ പോകുമ്പോഴൊക്കെ വാപ്പന്നെ ഇരുന്ന് എനിക്ക് എടുത്തു തന്നിട്ടുള്ളത്. ആ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാപ്പനെ കൊണ്ട് തന്നെ എടുപ്പിക്കാം. അന്ന് ഞാൻ എന്താ പറയുക, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കൂടെ എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കങ്ങനെ ഫോട്ടോ എടുക്കണം എന്നുള്ള പ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വാപ്പ എടുത്തിരുന്ന ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനന്ന് വാട്സപ്പിന് DP ഇടും, സ്റ്റാറ്റസ് ഇടും, കുറേ ഫ്രണ്ട്സിന് വെറുതെ സെൻഡ് ചെയ്ത് വെറുപ്പിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ഇനി പോയിട്ട് കുളിക്കാം, കുളിച്ചിട്ട് കിടന്നുറങ്ങുക. പിന്നെ മെഷീനിൽ വല്ല ക്ലോത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി വെക്കുക. പിന്നെ നാളെ പോലെ ഡ്രസ്സ് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാനെപ്പോഴും എങ്ങിട്ട് പോകണമെന്നുണ്ടെങ്കിലും ആ ഇറങ്ങാൻ നേരത്തോളം ഞാൻ ഡ്രസ്സൊക്കെ എടുക്കുക. അപ്പോൾ അമ്മ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ പോലെ ഡ്രസ്സ്. പിന്നെ വാപ്പ പറഞ്ഞിട്ടുണ്ട് ID കാർഡ് എടുത്തുകൊണ്ടു, ലൈസൻസ് എടുത്തുകൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വാപ്പ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്തെങ്കിലും മറക്കും. എന്താ അല്ലേ, വർത്താനം പറഞ്ഞാൽ അങ്ങനെ പോകും. എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് വർത്താനം പറയാൻ ഭയങ്കര മടിയായിരുന്നു. വ്ളോഗൊക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വർത്താനം പറയാൻ മടിയായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലാത്ത പോലെ. മറ്റേത് ഞാൻ ഒരു പ്രാവശ്യമൊന്നുമല്ല ഒരു വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുക, ഒരു 10 പ്രാവശ്യം ഇൻട്രോ എടുക്കും, എന്നിട്ട് അതിലൊന്നുള്ളൂ എനിക്ക് കുഴപ്പമില്ല തോന്നുക. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല, എന്ത് വേണമെന്ന് വെച്ചാൽ പറയാമെന്നുള്ളൊരു മൈൻഡായി. ഇനി എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കിനി ഞാൻ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റ് ചെയ്യണം, പറ്റണമെങ്കിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. ഫോണിൽ അതിന് മാത്രമൊന്നും ഞാൻ നെറ്റ് കഴിച്ചിട്ടില്ല, കുറേ MB ബാക്കിയുണ്ട്. അപ്പം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എത്ര നേരത്തെ കഴിക്കണോ അത്ര നേരത്തെ അപ്ലോഡ് ചെയ്യാം, അതന്നെ. പിന്നെ നാളെ വേറെ വീഡിയോ എടുക്കണം. ഇന്ന് ഞാൻ പോട്ടെ കേട്ടോ, ടാറ്റ. പിന്നെ എൻ്റെ ചാനൽ എന്താ പറയുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താണെന്നുണ്ടെങ്കിലും മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ കണ്ടു വെക്കുക. അങ്ങനെയൊക്കെയല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക്
കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം. അത്രയ്ക്കുള്ളൂ പറയാനുള്ളത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ.